അപ്പോൾ വെച്ചമാരെ നമ്മൾ 1:45 ലാസ്റ്റ് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് ആലുവ റെയിൽവേ സ്റ്റേഷനിൽ. അത് റാപ്പിഡോയിലായിരുന്നു കേട്ടോ. ഇതുവരെയായിട്ടൊരു ട്രിപ്പ് പോലും അടിച്ചിട്ടില്ല, മാച്ച് ട്രിപ്പ് പോലും അടിച്ചിട്ടില്ല. ഇപ്പോൾ സമയം 4:28 ഓൺലൈനിൽ തന്നെ കിടക്കുന്നുണ്ട്. എന്താ അവസ്ഥ എന്ന് ഒരു പിടുത്തം കിട്ടണില്ല. ഞാൻ കസ്റ്റമർ കെയറിനെ വിളിച്ചു. കസ്റ്റമർ കെയർ പറഞ്ഞു ഇവിടെ ആൾക്കാർ അധികം ബുക്ക് ചെയ്യാത്തത് കൊണ്ടാണ് ഓട്ടം കിട്ടാത്തതെന്നാണ് അവർ പറയണത്. വണ്ടികളും ഇതിൽ കൂടെ അങ്ങോട്ടും പോകണില്ല. എന്താണ് അവസ്ഥ എന്ന് എനിക്കൊന്നും മനസ്സിലാവണില്ല. ഞാൻ ഇനി മേലാക്കാൻ ഞാൻ ആ വണ്ടിനകത്ത് കിടന്നുറങ്ങിയിട്ടാണ് ഞാൻ ഇന്ന് ഈ പരിപാടി ചെയ്തത്. അതായത് രാവിലെ ഞാൻ 6 മണിക്ക് 6:30 ഞാൻ ഓൺലൈനിലാക്കി. കറക്റ്റ് ഓർമ്മയില്ല. ആ സമയത്ത് ഞാൻ ഓൺലൈനിലാക്കിയിട്ടുള്ളൊരു അവസ്ഥയാണ് കേട്ടോ. ഈ നേരമായിട്ട് ഞാൻ 1200 രൂപയ്ക്ക് ഓടിക്കണം. ആകെ 1200 രൂപയ്ക്ക്. ഞാൻ സി എൻ ജി ആണെങ്കിൽ പ്രഷർ ഉണ്ടായിരുന്നില്ല, മൈലേജും കുറവായിരിക്കും കിട്ടാം. രാവിലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വന്നിട്ട് 6 കട്ടയുണ്ടായിരുന്നു. ഇതിപ്പോൾ 7 കട്ട 8 കട്ടേൻ്റെ ഉള്ളൂ. സി എൻ ജി വന്നിട്ട് 400 സംതിങ്ങിന് അടിച്ച് എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പോകണേനി. ഇതാണ് അവസ്ഥ. ഭയങ്കര ഒരു അവസ്ഥയായിട്ടാ. ഇത് ആദ്യമായിട്ടെന്നല്ല ഞാനിങ്ങനെ ചൊവ്വിന് ഓടാൻ വരാറില്ല. ഞാൻ ഒന്നാമത് ഓടാൻ വരുന്നത് വൈകുന്നേരം തോന്നിയ സമയത്തൊക്കെ ഇറങ്ങി ഒരു 3-4 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് വെറുതെ പോകാമെന്നല്ലാണ്ട് ശരിക്കും ചൊവ്വിന് ഓടാറില്ല. വളരെ കുറവ് അങ്ങനെ ഓടിയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു ഇത് എനിക്ക് അനുഭവം ആദ്യമായിട്ടാണ്. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് മര്യാദയ്ക്ക് ട്രിപ്പ് അടിച്ചില്ല എന്നുണ്ടെങ്കിൽ നാളെ മേലാക്ക ഈ വക പരിപാടിക്ക് ഞാൻ ഇറങ്ങില്ല. അതായത് ഇങ്ങനെ ഇറങ്ങില്ല, വീട്ടിൽ പോയി എന്ന് ഓട്ടം കഴിഞ്ഞാലും വൈകുന്നേരം കാലടിച്ചിട്ടായാലും വീട്ടിൽ പോയി കിടന്നുറങ്ങി ആയത്തിന് എഴുന്നേറ്റിട്ട് ആയത്തിന് വരണുള്ളൂ. എന്നിട്ട് കിട്ടണത് കിട്ടിയാൽ മതി. വെറുതെ എന്തിനാ ഇങ്ങനെ ഈ കിടന്ന് നടന്ന്. അതോ ഒരു സ്ഥലത്തും ആലുവയിലല്ല എവിടെ ചെന്നാലും നോ പാർക്കിംഗ് ബോർഡാ. നമ്മളെന്ത് പ്രതീക്ഷിച്ചിട്ട് അവിടെ ഇടും. ഇപ്പം കിടക്കണത് ഇവിടെ പൂട്ടി കിടക്കണ ഒരു ഇതിൻ്റെ ഇടയിലായ കാരണം ഞാനിവിടെ ഒതുക്കിയിട്ടത് കേട്ടാ. എവിടെ കൊണ്ട് വണ്ടി ഇടും? നമ്മൾ ഞാൻ 2 പ്രാവശ്യം ഇന്ന് കണ്ടു പോലീസുകാരിങ്ങനെ റൗണ്ട് അടിച്ചാണ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വേറെ ഒരു കണ്ടിങ്ങനെയൊക്കെ നീക്കി കിടക്കണം. ചിലപ്പോൾ കറക്റ്റ് നല്ല സെൻറ്ററിലൊക്കെ പോയി കിടന്ന് ചിലപ്പോൾ ഓട്ടം കിട്ടും. പക്ഷേ എങ്കിൽ 250 രൂപയുടെ ഓട്ടത്തിന് 100 രൂപയുടെ ഓട്ടത്തിന് 500 രൂപ. ഇതിപ്പോൾ എത്ര ഫൈൻ വരെയെന്ന് അറിയില്ല എനിക്ക് കറക്റ്റ്. 500 രൂപ 1000 രൂപ വെച്ച് ഫൈൻ കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടാ? ഒരു ജാതി മറ്റോടത്ത്. എന്നാൽ നമ്മൾ കിടക്കണ സ്ഥലത്ത് വഴിക്ക് ബ്ലോക്കോ തടസ്സമോ ഒന്നുമില്ല, പക്ഷേ എങ്കിലും ഫൈൻ. അതാണ് എന്താ ചെയ്യണ്ടേന്ന് അറിയാൻ പാടില്ല. ഞാനിപ്പോൾ എന്തായാലും ഇവിടെ കിടക്കാണ്. ഇന്നത്തെ ദിവസം എന്തായാലും എൻ്റെ പോയി. പിന്നെ ഇതവസ്ഥ എന്നുണ്ടെങ്കിൽ നാളെ ഇറങ്ങില്ല. ഞാൻ ഇറങ്ങുകയാണെങ്കിൽ എൻ്റെ സമയത്തിന് ഞാൻ തോന്നുകയാണെങ്കിൽ ഇറങ്ങുള്ളൂ. ആ ഒരു ടൈമിങ്ങിൽ ഇറങ്ങുള്ളൂ. അല്ലാണ്ട് ഇങ്ങനെ ഇറങ്ങിയിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല ഗവൺമെൻറ്റിന്. അതായത് പോലീസുകാർക്ക് കാശ് ഉണ്ടാക്കി കൊടുക്കാമെന്നല്ലാണ്ട്, അല്ലെങ്കിൽ ഊബറിന് പൈസ ഉണ്ടാക്കി കൊടുക്കുക, പെട്രോൾ പമ്പുകാർക്ക് CNG കാർക്കൊക്കെ കാശ് കൊടുക്കാമെന്നല്ലാണ്ട് എന്താ കാര്യം? ഇന്നലെ എനിക്ക് പെട്രോൾ അടിക്കാൻ പോലും അതായത് ഇന്നലെ ഞാൻ എൻ്റെ പേഴ്സണൽ ആവശ്യത്തിനാണ് ഞാൻ വന്നത്. CNG പമ്പ് ഒരു സ്ഥലത്തും CNG ഇല്ല. ചാലക്കുടിയിലില്ല, പൊങ്ങത്തില്ല, പെരുമ്പാവൂരില്ല.